അങ്ങനെ ചികിത്സയുടെ ഭാഗമായി സ്ഥിരമായി ഹോസ്പിറ്റലിൽ എത്തിയിരുന്ന എലീനയെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ വെച്ചായിരുന്നു റേഡിയോളജി ടെക്നീഷ്യനായിരുന്ന കാൾ ടാൻസ്ലർ ആദ്യമായി കാണുന്നത്. ആ നിമിഷത്തെക്കുറിച്ച് പിന്നീട് അയാൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. എൻ്റെ ബാല്യകാലം മുതൽ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ മുഖം എൻ്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ടായിരുന്നു. അത് എലീനയാണ് എന്നായിരുന്നു. ആ കൂടിക്കാഴ്ചകൾ പിന്നെയും പിന്നെയും സംഭവിച്ചുകൊണ്ടേയിരുന്നു. ആശുപത്രി വരാന്തയിലും റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽപ്പടിയിലും അവർ കണ്ണുകൾ കൊണ്ട് പരസ്പരം പ്രണയം കൈമാറി. കാൾ അവൾക്കു വേണ്ടി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുമായിരുന്നു. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഇടയ്ക്കൊക്കെ അയാളുടെ പ്രണയ സാഹിത്യം നിറഞ്ഞ പ്രേമലേഖനങ്ങളും. പതിയെ അവൾ കൂടുതൽ ക്ഷയിച്ചു തുടങ്ങി. കണ്ണുകൾ ഉള്ളിലേക്ക് കുഴിഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടും ശരീരം വണ്ണം കുറഞ്ഞ് ക്ഷീണിച്ചുകൊണ്ടിരുന്നു. അവളുടെ വരവ് മെല്ലെ വീൽചെയറിലേക്ക് മാറി. ഒരു ദിവസം മരിക്കുമെന്നറിഞ്ഞിട്ടും മരിക്കാൻ 1000 കാരണങ്ങളുണ്ടായിട്ടും മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചിലപ്പോൾ സാധ്യതകൾ തീരെയില്ലാത്ത ഒരു പ്രതീക്ഷ മാത്രമായിരിക്കാം. ഡോക്ടർമാരും വീട്ടുകാരും അവളുടെ മരണത്തിൽ വിശ്വസിച്ചിരുന്നപ്പോൾ കാളും എലീനയും മാത്രം അവരുടെ ജീവനുള്ള പ്രണയത്തിൽ വിശ്വസിച്ചു.